T. Siddiq ji, IC Balakrishnan ji, ND Appachan ji, Sunny Joseph ji, AKM Ashraf ji, C. Mamuti ji, Ahmad Hadi ji, Abdul Rahman Kalyani ji, PK Jayalakshmi ji, and our PCC President Sudhakaran ji. I'd like to welcome all of you here today. വേദിയിലിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളെ എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. So this is the first time that I have come to a meeting to campaign for my sister. ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഒരു യോഗത്തിൽ വന്ന് എൻ്റെ അനുജത്തിക്ക് വേണ്ടി സഹോദരിക്ക് വേണ്ടി പ്രചരണം നടത്തുന്നതിന് വേണ്ടി ഞാൻ Now, normally my first election campaign, my sister campaigned for me. Second one, she campaigned for me. Third one, she campaigned for me. Fourth one, she campaigned for me. Mother's campaign, father's campaign. My sister has always been the campaigner. She has never stood for election. നിങ്ങൾക്കറിയോ സാധാരണ എന്താ സംഭവിക്കുന്നത്? എൻ്റെ ആദ്യത്തെ ഇലക്ഷൻ എൻ്റെ സഹോദരി എനിക്ക് വേണ്ടി പ്രചരണം നടത്തി. രണ്ടാമത്തെ ഇലക്ഷൻ, മൂന്നാമത്തെ ഇലക്ഷൻ, നാലാമത്തെ ഇലക്ഷൻ, അതിലെല്ലാം എൻ്റെ സഹോദരി എനിക്ക് വേണ്ടി പ്രചരണം നടത്തി. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രചരണം നടത്തി, എൻ്റെ അച്ഛന് വേണ്ടി പ്രചരണം നടത്തി. സാധാരണ എൻ്റെ സഹോദരി എല്ലാ പ്രാവശ്യവും പ്രചാരകയായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നത്. That should tell you something about her character. എന്തുകൊണ്ടാണ് അത്? എല്ലാ തെരഞ്ഞെടുപ്പിലും ഒരു പ്രചാരകയായിട്ടാണ് എൻ്റെ സഹോദരി പ്രവർത്തിച്ചത് എന്നത് എൻ്റെ സഹോദരിയുടെ സ്വഭാവത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. Now, in this meeting, I have a choice in front of me. I can either give a political speech or I can give a speech I would give to my family members. ഇന്ന് ഈ യോഗത്തിൽ എൻ്റെ മുൻപിൽ രണ്ട് തെരഞ്ഞെടുപ്പുകളുണ്ട്. ഒരർത്ഥത്തിൽ എനിക്കൊരു രാഷ്ട്രീയ പ്രസംഗം നടത്താം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളോട് സംസാരിക്കുന്നത് പോലെ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു പ്രസംഗവും എനിക്കിവിടെ നടത്താം. I would rather speak to you the same way I would speak to my mother or my father or my sister. So I would rather give you a speech which will tell you a little bit about the candidate herself. ഞാൻ പക്ഷേ വയനാട്ടിലെ മാനന്തവാടിലെ ജനങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ അമ്മയോട്, എൻ്റെ സഹോദരിയോട്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനോട്, എൻ്റെ വീട്ടിലെ ആളുകളോട് സംസാരിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് ഞാനൊരു രാഷ്ട്രീയ പ്രസംഗത്തിലുപരി എൻ്റെ സഹോദരിയായ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. And anyway, she has already mentioned Mr. Modi and we are all bored of him, so why mention him twice? എന്ത് പറഞ്ഞാലും എൻ്റെ സഹോദരി പ്രിയങ്കാജി നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു നമ്മൾ ബോറടിച്ചിരിക്കുക. ഇനി എന്തിനാ വീണ്ടും അദ്ദേഹത്തെ പറ്റി പറയുന്നത്? So I was sitting there while she was speaking and I was thinking about my sister, and I remembered one time when we were small, my father used to make us like making us compete. So when we were small, he gave us one small camera each. ഞാൻ അവിടെ ഇരുന്നപ്പോൾ എൻ്റെ സഹോദരി സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ എന്ത് പറയണമെന്ന്. ഞങ്ങൾ ചെറുതായിരുന്നപ്പോൾ എൻ്റെ അച്ഛൻ ഞങ്ങളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാനൊരു സാഹചര്യം ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ ക്യാമറ അദ്ദേഹം തന്നു. You know those types you used to get which you could throw away, the disposable ones. അതെ, നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കളയാൻ പറ്റുന്ന തരം ക്യാമറകളില്ലേ, അത്തരം ക്യാമറകളായിരുന്നു തന്നിരുന്നത്. Nowadays it's all in the phone, but earlier generation will remember that the camera used to be a separate box and sometimes you could get those cheap ones which you throw away after you use. ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് അറിയില്ല, കാരണം ഇപ്പം നമ്മുടെ ക്യാമറ എല്ലാം ഫോണിലുണ്ട്. പക്ഷെ മുമ്പുള്ള തലമുറയ്ക്ക് അറിയാം, പണ്ടത്തെ കൊച്ചു ക്യാമറ നമ്മളത് ഉപയോഗിച്ച ശേഷം കളയുന്ന ഒരു തരം ക്യാമറ ഇല്ലേ, അതായിരുന്നു അദ്ദേഹം തന്നത്. So my father gave one to my sister and one to me, and he said, look, in 1 week whoever takes the best picture is going to win a prize. എൻ്റെ അച്ഛനെയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും, എനിക്ക് എൻ്റെ സഹോദരിക്ക് ഓരോ ക്യാമറ തന്നിട്ട് പറഞ്ഞു, ഓരോ ആഴ്ചക്കുള്ളിൽ നിങ്ങൾ രണ്ടുപേരിൽ ആരാണോ ഏറ്റവും നല്ല പടം എടുക്കുന്നത് ആ ആളിനൊരു സമ്മാനം ഞാൻ തരും. So for the next 1 week, my sister and me
Every opportunity we got, every person we got, every flower, every animal we got, we were taking pictures. അടുത്ത ഒരാഴ്ച ഞാനും എൻ്റെ സഹോദരി എന്താ ചെയ്തത്, ഏത് മനുഷ്യനെ കണ്ടാലും ഏത് മൃഗത്തെ കണ്ടാലും ഏത് പൂവിനെ കണ്ടാലും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പടം എടുക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും ഒരാഴ്ച നടക്കുകയായിരുന്നു. I would take pictures of my grandmother, of my mother. She would take pictures of the dogs. Everybody was being photographed. കാരണം ഞാൻ എൻ്റെ അമ്മയുടെ എൻ്റെ മുത്തശ്ശിയുടെ ഒക്കെ പടം എടുക്കും, എൻ്റെ സഹോദരിയാണെങ്കിൽ അവിടെയുള്ള ഒരു നായ്ക്കുട്ടിയുടെ ഒക്കെ പടം എടുക്കും. അങ്ങനെ ഒരാഴ്ച മുഴുവൻ ഞങ്ങൾ എല്ലാവരെയും ഫോട്ടോ എടുത്ത് നല്ല തിരക്കിലായിരുന്നു. Now I don't remember who won the competition. I still don't remember. I won. പക്ഷേ എനിക്ക് ഓർമ്മയില്ല ആരാണ് ആ മത്സരത്തിൽ ജയിച്ചത്. Okay, she's telling me I won the competition. പ്രിയ സഹോദരി എന്നോട് പറയാണ് ഞാനാണ് ആ മത്സരം ജയിച്ചതെന്ന് എന്നോട് ഇവിടെ ഇരുന്ന് പറയുകയാണ്. But why I'm telling you this story is not because of who won the competition, but because what happened 10, 15, 20, 30 years later. ഞാനിന്ന് നിങ്ങളോടത് പറയുന്നത്, ഈ കഥ പറയുന്നത് മത്സരത്തിൽ ആര് ജയിച്ചു എന്നതിൻ്റെ പേരിലല്ല, പക്ഷേ 10, 15, 20 വർഷങ്ങൾക്ക് ശേഷം 30 വർഷങ്ങൾക്ക് ശേഷം എന്ത് സംഭവിച്ചു എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കഥ പറയുന്നത്. My sister, even though she lost the competition, did not stop photography. എന്താണെന്നറിയോ, എൻ്റെ അനുജത്തി ആ മത്സരത്തിൽ ജയിച്ചില്ല, പക്ഷെ എന്നിട്ടും ഫോട്ടോ എടുക്കുക എന്നുള്ളത്, ഫോട്ടോഗ്രാഫി എൻ്റെ അനുജത്തി സഹോദരി ഉപേക്ഷിച്ചില്ല. She persevered, she took photographs, she learned how to take photographs, and today I can confidently say she's a much better photographer than me. എന്താ ചെയ്തത്, എൻ്റെ സഹോദരി ഫോട്ടോ എടുക്കുന്നത് ഉപേക്ഷിച്ചില്ല, സ്ഥിരോത്സാഹത്തോടു കൂടി ഫോട്ടോ എടുക്കാൻ പഠിച്ചു, ഒരുപാട് ഫോട്ടോ എടുത്തു, അത് പിന്തുടരുക തന്നെ ചെയ്തു. ഇന്ന് എനിക്ക് ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ സാധിക്കും, എന്നെക്കാളും മികച്ച ഒരു ഫോട്ടോഗ്രാഫറാണ് എൻ്റെ സഹോദരി എന്ന് പറയാൻ സാധിക്കും. And not only does she take photographs, her son also takes photographs. അതെൻ്റെ സഹോദരി മാത്രമല്ല, സഹോദരിയുടെ പുത്രനും ഫോട്ടോ എടുക്കാൻ മിടുക്കനാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. Now people think taking a photograph is simply just pressing the button. ആളുകൾ വിചാരിക്കുന്നത് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ എന്താ, വെറുതെ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നതാണ് ഫോട്ടോ എടുക്കുന്നത് വിചാരിക്കുന്നത്. But in fact that's not what taking a photograph is. പക്ഷേ ഫോട്ടോ എടുക്കാന്ന് പറയുന്നത് ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നത് മാത്രമല്ല. To take a good photograph you have to understand very well the person that you are photographing. നിങ്ങൾ ഒരു നല്ല ഫോട്ടോ എടുക്കണമെങ്കിൽ നിങ്ങൾ ആരുടെ ഫോട്ടോ ആണോ എടുക്കുന്നത് ആ വ്യക്തിയെ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഒരു നല്ല ഫോട്ടോ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കൂ. You have to understand what that person is feeling. ആ മനുഷ്യൻ എന്താണ് ചിന്തിക്കുന്നത്, ആ മനുഷ്യൻ എന്ത് വികാരമാണുള്ളത്, മനസ്സിൽ എന്താണുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. You have to understand what that person is feeling scared of. ആ മനുഷ്യൻ എന്താണ്, can you repeat the last part? You have to understand his fear, you have to understand his aspirations. ആ മനുഷ്യന്റെ ഭയം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം, ആ മനുഷ്യന്റെ അഭിലാഷങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. And most important, you have to have compassion for the other person, you have to have feeling for the other person. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടതായി ആരുടെ ഫോട്ടോ നിങ്ങൾ എടുക്കുന്നോ ആ വ്യക്തിയോട് നിങ്ങൾക്ക് സഹാനുഭൂതി ഉണ്ടാവണം, ആ വ്യക്തിയോട് മാനുഷികമായിട്ടുള്ളൊരു വികാരം ഉണ്ടാവണം. Almost the photographer has to dissolve himself and become the person that he is photographing. ഫോട്ടോ എടുക്കുന്ന ആളിന് ആരുടെ ഫോട്ടോ ആണോ എടുക്കുന്നത് ആ ഫോട്ടോഗ്രാഫർ ആ വ്യക്തിയിൽ സ്വയം അലിഞ്ഞില്ലാതായി മറ്റു വ്യക്തിയായിട്ട് മാറുമ്പോഴാണ് നമുക്കൊരു നല്ല ഫോട്ടോ എടുക്കാൻ. He has to imagine the world from the person he is photographing's perspective. ഫോട്ടോ എടുക്കുന്ന ആളിന് ആരുടെ ഫോട്ടോ ആണോ എടുക്കുന്നത് ആ ആളിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് ലോകത്തെ കാണാൻ സാധിക്കണം, ചിന്തിക്കാൻ, സങ്കല്പിക്കാൻ സാധിക്കണം. So for example, many politicians will see a farmer and they will say, oh, that is a farmer. ഉദാഹരണത്തിന് പല രാഷ്ട്രീയക്കാരും ഒരു കർഷകനെ കാണുമ്പോൾ പറയും, നോക്കൂ അതൊരു കർഷകനാണ് എന്ന് പറയും. My sister will never do that. എൻ്റെ സഹോദരി ഒരിക്കലും അത് ചെയ്യില്ല. My sister will see the farmer and then say, that is a father, that is a brother, he has a sister. She will try to understand that person. എൻ്റെ സഹോദരി ഒരു കർഷകനെ കാണുകയാണെങ്കിൽ ഒരിക്കലും പറയില്ല ഒരു കർഷകനാണെന്ന്. എൻ്റെ സഹോദരി എന്താണെന്നോ പറയുന്നത്, അതൊരു അച്ഛനാണ്, അതൊരു സഹോദരനാണ് എന്ന് പറഞ്ഞ്, അതൊരു മകനാണ് എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ മനസ്സിലാക്കാനായിരിക്കും എൻ്റെ സഹോദരി ശ്രമിക്കുക. She will try to understand what that person is going through. ആ മനുഷ്യൻ എന്തിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കാനാണ് എൻ്റെ സഹോദരി ശ്രമിക്കുക. Like we politicians will say, oh, the farmer is not getting the right price. സാധാരണ നിങ്ങൾ നോക്കൂ, സാധാരണ രാഷ്ട്രീയക്കാരെന്ന് പറയും ആ കർഷകന് കൃത്യമായിട്ടുള്ള ശരിയായ വില ലഭിക്കുന്നില്ല. She will go and talk to the farmer and ask the farmer, how do you feel when you didn't get the right price?
പക്ഷേ എൻ്റെ സഹോദരി എന്താണ് ചെയ്യുന്നത്? സഹോദരി പോയി ആ കർഷകനോട് സംസാരിച്ചിട്ട് ചോദിക്കും, നിങ്ങൾക്ക് കൃത്യമായ ശരിയായ വില കിട്ടാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ എന്താ തോന്നിയത്? How did you feel when you could not pay your son's school fees? നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ്റെ സ്കൂൾ ഫീസ് കൊടുക്കാതിരുന്നപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ നിങ്ങൾക്ക് തോന്നിയതെന്നായിരിക്കും എൻ്റെ സഹോദരി ചോദിക്കുക. How did you feel when you saw your mother was in the ICU and you could not pay for her fees? നിങ്ങളുടെ അമ്മ ICUവിൽ കിടന്നപ്പോൾ ആ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ട പൈസ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പം നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നിയിട്ടുണ്ടാവുക എന്നാണ് സഹോദരി ചോദിക്കുക. So she's traveled a long distance from the little girl who was taking the photographs. എൻ്റെ സഹോദരി അന്ന് ഫോട്ടോ എടുത്ത ആ ചെറിയ പെൺകുട്ടിയിൽ നിന്നും ഒരുപാട് ദൂരം ഇന്ന് സഞ്ചരിച്ചു. And the distance traveled is all about understanding the other person. എൻ്റെ സഹോദരി സഞ്ചരിച്ച ഈ വലിയ ദൂരം എന്ന് പറയുന്നത് ആ ദൂരം മുഴുവൻ മറ്റുള്ള മനുഷ്യരെ മനസ്സിലാക്കിയാണ് ഈ ദൂരം സഞ്ചരിച്ചത്. Defending the interest of the other person. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ്. Everybody likes to put labels. He's a farmer. He's a laborer. He's a businessman. He's a Hindu. He's a Muslim. He's a Sikh. He's a Christian. She goes behind the label. നമ്മൾ എല്ലാവരും എന്താ പറയുന്നത്, എല്ലാവർക്കും ഓരോ അടയാളങ്ങൾ മേൽവിലാസം കൊടുക്കും. അത് കർഷകരാണ്, ഇത് തൊഴിലാളിയാണ്, ഇത് ബിസിനസ്സുകാരനാണ്, ഇത് ഹിന്ദു ആണ്, ക്രിസ്ത്യനാണ്, സിഖാണ്. പക്ഷേ എൻ്റെ സഹോദരി മനുഷ്യർക്ക് കൊടുക്കുന്ന ഈ എല്ലാ അടയാളങ്ങൾക്കും മേൽവിലാസങ്ങൾക്കും ഉപരിയായി ചിന്തിക്കുന്ന ആളാണ്. She understands that the beauty is that everybody has millions and millions of labels. അദ്ദേഹം എൻ്റെ സഹോദരി മനസ്സിലാക്കുന്നത് എന്താണെന്ന് പറയോ? ഇതിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ലക്ഷക്കണക്കിന് അടയാളങ്ങളുണ്ട്, വിലാസങ്ങളുണ്ട്. Every single person is unique. Everything is unique. ഓരോരുത്തരും വ്യത്യസ്തതയുള്ള സ്വഭാവമാണ്. എല്ലാത്തിനും വ്യത്യസ്തതയുണ്ട്. ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ്. Someone might see a weakness, she will see a strength. മറ്റൊരാൾ ഏറ്റവും ദുർബലമായി കാണുന്നിടത്ത് എൻ്റെ സഹോദരി കാണുന്നത് ഒരു പക്ഷേ ഏറ്റവും വലിയ ശക്തിയായിരിക്കും. That is my sister. അതാണ് എൻ്റെ സഹോദരി. Now I am lucky to have her as a sister. I am lucky to have her as a sister. ഇങ്ങനെ ഒരു സഹോദരിയെ ലഭിക്കാൻ ഞാൻ ഭാഗ്യം ചെയ്തിട്ടുള്ള ആളാണ്. Now you are also lucky to have her as a sister. ഇപ്പൊ ഞാൻ മാത്രമല്ല, എൻ്റെ സഹോദരിയെ സഹോദരിയായിട്ട് കിട്ടാൻ നിങ്ങളും ഭാഗ്യം ചെയ്തവരാണ്. And she can do more roles than me. She can do more roles than me. ഒരുപാട് കാര്യങ്ങൾ എന്നെക്കാളും കൂടുതൽ സഹോദരിക്ക് ചെയ്യാൻ സാധിക്കും. I cannot be mother, she can be mother. എനിക്ക് അമ്മയാവാൻ സാധിക്കില്ല, പക്ഷെ എൻ്റെ സഹോദരിക്ക് അമ്മയാവാൻ സാധിക്കും. Right? So she is going to be like your sister, like your mother, like your daughter. എൻ്റെ സഹോദരി നിങ്ങളുടെ അമ്മയെ പോലെ ആകാൻ പോവുകയാണ്, നിങ്ങളുടെ മകളെ പോലെ ആകാൻ പോവുകയാണ്, നിങ്ങളുടെ സഹോദരി ആകാൻ പോവുകയാണ് എൻ്റെ സഹോദരി. And sometimes I am a little more logical. ചിലപ്പോൾ ഞാൻ എൻ്റെ സഹോദരിയെക്കാളും കുറച്ചുകൂടെ കാര്യകാരണ സഹിതം യുക്തിപരമായി ചിന്തിക്കുന്ന ആളാണ്. But she is more emotional than me. പക്ഷേ എന്നെക്കാളും വൈകാരികമായി ചിന്തിക്കുന്ന വൈകാരികതയുള്ള ആളാണ് എൻ്റെ സഹോദരി. So I am confident that you now have the best possible MP that you could get. You're going to get the best possible MP that you could get. എനിക്ക് ആത്മവിശ്വാസമുണ്ട്, നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യമായ ഏറ്റവും മികച്ച ജനപ്രതിനിധിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. She is not going to let go of any problem that you put in front of her. നിങ്ങൾ എൻ്റെ സഹോദരിക്ക് മുൻപിൽ കൊണ്ടുവരുന്ന ഒരു പ്രശ്നവും പരിഹരിക്കാതെ എൻ്റെ സഹോദരി ഒരിക്കലും അത് പരിഹരിക്കാതിരിക്കാൻ പോകുന്നില്ല. Like the little girl who didn't let go of the camera for 35-40 years and learned how to use the camera and became better and better at it. She's not going to let go of your problems. എങ്ങനെയാണ് ഒരു ചെറിയ പെൺകുട്ടി 30-35 വർഷം കയ്യിലുണ്ടായിരുന്ന ആ ക്യാമറ കളയാതെ അതിൽ പരിശീലിച്ച് മികച്ച ഒരു ഫോട്ടോഗ്രാഫർ ആയത്? അതുപോലെ ഒരിക്കലും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ, പ്രശ്നങ്ങൾ വെറുതെ വിടുന്ന ഒരിക്കലും എൻ്റെ സഹോദരി നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ വിടില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. I'm confidently saying that to you. ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടിയാണ്. There could not be a better person as your member of parliament. നിങ്ങൾക്ക് ഞാൻ വീണ്ടും ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങളോട് പറയുകയാണ്, ഇതിലും മികച്ച ഒരു ജനപ്രതിനിധിയെ നിങ്ങൾക്ക് ലഭിക്കില്ല, മറ്റൊരു മികച്ച പ്രതിനിധി ഉണ്ടാവില്ല എന്ന് പറയുക. This is not a political
argument I'm making. ഞാനിവിടെ നിങ്ങളോട് പറയുന്നത് ഒരു രാഷ്ട്രീയ വാദമല്ല നിങ്ങളോട് പറയുന്നത്. It's a human argument I'm making. ഒരു മാനുഷികമായിട്ടുള്ള ഒരു വാദമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. And in today's world, human argument is very important, has been forgotten. ശരിക്കും നമ്മൾ ഇന്നത്തെ ലോകത്ത് മറന്നു പോകുന്നത് എന്താ? മാനുഷികമായ ചിന്തകൾ, മാനുഷികമായ വാദങ്ങൾ. അത് വളരെയധികം പ്രധാനപ്പെട്ടതെന്നാണ് നമ്മൾ മറക്കുന്നത്. Everywhere you see violence, you see anger, you see hatred, you don't see humanity. നിങ്ങൾ എല്ലായിടത്തും എന്താ കാണുന്നത്? അക്രമം കാണുന്നു, ദ്വേഷം കാണുന്നു, വിദ്വേഷം കാണുന്നു. നമ്മൾ മനുഷ്യത്വം കാണുന്നതേ ഇല്ല ഇന്നത്തെ ലോകത്ത്. She is the person who went and hugged the girl who was implicated in my father's assassination. She is the person who went and hugged the girl who was implicated in my father's assassination. നിങ്ങൾക്കറിയോ, എൻ്റെ സഹോദരി എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ കൊലപാതകത്തിൽ കുറ്റാരോപിതയായ സ്ത്രീയെ പോയി ആലിംഗനം ചെയ്ത ആളാണ് എൻ്റെ സഹോദരി. She said to me after she came back, after meeting Nalini, that I felt very bad for her. നളിനിയെ കണ്ട ശേഷം എൻ്റെ സഹോദരി എന്നോട് വന്ന് പറഞ്ഞ എന്താണെന്നറിയോ? നളിനിയെ കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നി. അവരെ കുറിച്ച് ഓർത്ത് എനിക്ക് You please understand what I'm saying to you. The girl was implicated in her father's assassination. She went and met her, and then she says to me that I'm feeling bad for her. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ പ്രിയപ്പെട്ട മനസ്സിലാക്കുക, എൻ്റെ സഹോദരിയുടെ അച്ഛനെ കൊലപാതകം ചെയ്ത സ്ത്രീയെ, പെൺകുട്ടിയെ പോയി കണ്ട് ആ പെൺകുട്ടിയോട് സംസാരിച്ച് തിരിച്ചു വന്നിട്ട് എന്നോട് പറയാണ് ആ പെൺകുട്ടിയെ കുറിച്ച് ഓർത്ത് വിഷമം തോന്നുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. That is the training that she has received. അതാണ് എൻ്റെ സഹോദരിക്ക് ലഭിച്ചിട്ടുള്ള പരിശീലനം എന്ന് പറയുന്നത്. And to me, that is the type of politics that needs to be done in India. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സഹോദരി പ്രതിദാനം ചെയ്യുന്ന ആ രാഷ്ട്രീയം ഇന്ന് ഇന്ത്യയിൽ വേണ്ടത് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയമാണ്. Not politics of hatred, but politics of love and affection. നമുക്ക് വേണ്ടത് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയമല്ല, സ്നേഹത്തിന്റെ, ഇഷ്ടത്തിന്റെ രാഷ്ട്രീയമാണ് ഈ രാജ്യത്ത് നമുക്ക് വേണ്ടത്. This morning when we were coming here, she had a list. You give me that list? ഞങ്ങൾ ഇന്ന് രാവിലെ വരുമ്പോൾ എൻ്റെ അനുജത്തിയുടെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു പട്ടിക ഉണ്ടായിരുന്നു. I'm going to show you. Here's the list. She gave me this list. ഈ ലിസ്റ്റാണ്, ഈ ഫോണിലുണ്ട്, ലിസ്റ്റാണ് എനിക്ക് സഹോദരി എനിക്ക് നൽകിയത്. Where we will focus in the future. നമ്മൾ ഭാവിയിൽ എവിടെയാണ് ശ്രദ്ധിക്കാൻ പോകുന്നത്? Where we will fight for Wayanad's demands. നമ്മൾ എങ്ങനെയാണ് വയനാടിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, എവിടെയാണ് നമ്മൾ അതിനു വേണ്ടി പോരാടുന്നത്? Where we will strengthen Wayanad's capabilities. എങ്ങനെയാണ് നമ്മൾ വയനാടിന്റെ കഴിവുകളെ നമ്മൾ ശക്തിപ്പെടുത്താൻ പോകുന്നത്? And each one of these has many points underneath it. ഈ ലിസ്റ്റിൽ, ഈ പട്ടികയിൽ ധാരാളം പോയിന്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. Food processing and storage. ഭക്ഷ്യ സംസ്കരണം, അതുപോലെ സംഭരണശാലകൾ, tourism, infrastructure. She's already started thinking about what she can do for you. അവിടെ എന്താ പറയുന്ന അടിസ്ഥാന സൗകര്യം, ഇവിടുത്തെ ടൂറിസം, വിനോദസഞ്ചാരം, വയനാടിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പൊ തന്നെ ആലോചിച്ച് തുടങ്ങി അത് ലിസ്റ്റ് ആക്കി വെച്ചിരിക്കുകയാണ് എൻ്റെ സഹോദരി. The main fight in the country today, bigger than the fight that is taking place in Wayanad. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ യുദ്ധം, പോരാട്ടം എന്ന് പറയുന്നത് is the fight for the constitution of our country. നമ്മുടെ രാജ്യത്തിന്റെ, അത് വയനാട്ടിലായിക്കൊള്ളട്ടെ, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ പോരാട്ടം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. The protection that we get, the greatness of our country, all emerges from the constitution. നമുക്കിന്ന് ലഭിക്കുന്ന സംരക്ഷണം, നമ്മുടെ രാജ്യത്തിന്റെ മഹത്വം എന്ന് പറയുന്നതെല്ലാം ഉത്ഭവിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്. And the constitution was not written with anger, with hatred and with arrogance. നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്, ഭരണഘടന എഴുതപ്പെട്ടത് ദ്വേഷം കൊണ്ടോ വിദ്വേഷം കൊണ്ടോ ധാർഷ്ട്യം കൊണ്ടോ അല്ല നമ്മുടെ ഭരണഘടന എഴുതിയത്. It was written by people who fought the British, had suffered, spent years and years and years in jail. നമ്മുടെ ഭരണഘടന എഴുതിയ ആളുകൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി കഷ്ടപ്പാടുകൾ സഹിച്ച് വർഷങ്ങൾ ജയിലിൽ കഴിഞ്ഞ മനുഷ്യരാണ് നമ്മുടെ ഭരണഘടന എഴുതിയത്. And they wrote the constitution with humility, with love and with affection. അവര് ഇന്ത്യയുടെ ഭരണഘടന എഴുതിയത് വിനയത്തോടു കൂടിയാണ്, സ്നേഹത്തോടു കൂടിയാണ്, ഇഷ്ടത്തോടു കൂടിയാണ് അവർ ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിച്ചത്. This is a fight between love and hatred. ഇന്ന് നമ്മൾ നടത്തുന്ന പോരാട്ടം എന്ന് പറയുന്നത് സ്നേഹവും വെറുപ്പും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. Between confidence and insecurity.
ആത്മവിശ്വാസവും അരക്ഷിതത്വവും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. Between humility and arrogance. വിനയവും ധാർഷ്ട്യത്തിനിടയിലുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. And I want you to think of it like that. ഞാൻ നിങ്ങളോട് അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കണം, ആ പോരാട്ടത്തെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. Hatred is not there only in Mr. Modi. നിങ്ങൾ ചിന്തിക്കുക, നരേന്ദ്രമോദിയിൽ മാത്രമല്ല വിദ്വേഷമുള്ളത്. Anger is there in everybody. Little hatred is there in everybody. എല്ലാവരുടെ ഉള്ളിലും ചെറിയ വിദ്വേഷങ്ങളൊക്കെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. കോപം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. And if you truly want to win this fight, then you must help by removing anger from your heart, by removing arrogance from your heart, by removing hatred from your heart and replacing them with love, humility and compassion. ഈ പോരാട്ടത്തിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും നമ്മുടെ ഉള്ളിൽ നിന്ന്, നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ദ്വേഷം മാറ്റണം, നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ധാർഷ്ട്യം മാറ്റണം, നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് വിദ്വേഷം മാറ്റണം. മറിച്ച് സ്നേഹം കൊണ്ട്, വിനയം കൊണ്ട്, ആർദ്രത കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നിറച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ പോരാട്ടത്തിൽ ജയിക്കാൻ സാധിക്കുകയുള്ളൂ. And finally, Wayanad is the only constituency in the country that is going to have 2 members of parliament. അവസാനമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ത്യയിൽ വയനാടാണ് ഈ രാജ്യത്തെ ഒരേ ഒരു നിയോജക മണ്ഡലം. 2 ജനപ്രതിനിധികൾ ഉണ്ടാകാൻ പോകുന്ന 2 ജനപ്രതിനിധികളുള്ള ഒരേ ഒരു നിയോജക മണ്ഡലം വയനാടാണ്. One official member of parliament and the other unofficial member of parliament. ഒരു ഔദ്യോഗിക ജനപ്രതിനിധിയും രണ്ടാമത്തെ അനൗദ്യോഗിക ജനപ്രതിനിധിയുമുള്ള 2 പ്രതിനിധികളുള്ള ഒരു പാർലമെന്റ് മണ്ഡലം. Thank you for all your support, all your love and affection, and love you very much. നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും നിങ്ങളുടെ എല്ലാ പിന്തുണയ്ക്കും വളരെയധികം നന്ദി. ഞാൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. I'm always at your service anytime you need. നിങ്ങൾക്ക് ഏത് ആവശ്യമുണ്ടെങ്കിലും